രാജ്യമെമ്പാടും ഇന്ന് ഹോളി ആഘോഷിക്കുന്നു. ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ചോട്ടി ഹോളി എന്ന ആഘോഷം. നാളെ ബീഹാർ അടക്കമുള്ള ഇടങ്ങളിൽ നാളെയും ഈ ആഘോഷങ്ങൾ ഉണ്ടാകും. ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഏറ്റവും വലിയ വിവാദം, പ്രത്യേകിച്ച് കേരളത്തിലടക്കം എല്ലാ മാധ്യമങ്ങളിലും ദിവസങ്ങളോളം ചർച്ച ചെയ്ത ഒരു വലിയ വിവാദമുണ്ടായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: ഹോളി ദിനത്തിൽ യുപിയിലും മറ്റുമുള്ളിടത്തെ മസ്ജിദുകളും മത പഠന കേന്ദ്രങ്ങളും അടക്കം ടാർപ്പാൾ കൊണ്ട് ഇല്ലെങ്കിൽ ആ മസ്ജിദുകൾ മൂടിയിടുന്നു. ഇത് യോഗിയുടെ ഏകാധിപത്യമെന്നും ഫാസിസ്റ്റ് നയമെന്നുമൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഹിന്ദുക്കൾ ഹോളി ആഘോഷിക്കാറുണ്ട്. നിറങ്ങൾ വാരി വിതറിയുള്ള വലിയ ആഘോഷമാണ്. ഇത് തെരുവുകളിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ തെരുവുകൾക്ക് വശങ്ങളിൽ പള്ളിയും ഒപ്പം തന്നെ ക്ഷേത്രങ്ങളും മറ്റും ഒക്കെ എല്ലാം തന്നെ ഉള്ളതാണ്. അങ്ങനെയുള്ള ജംഗ്ഷനുകളാണ് ഈ ആഘോഷങ്ങൾ എപ്പോഴും സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി ഇത്തരം ആഘോഷവേളയിൽ ഈ നിറങ്ങൾ അടുത്തുള്ള കെട്ടിടങ്ങളിലും മറ്റും പതിക്കുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങളിലോ ഇല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളിലോ ഇല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിലോ പതിക്കുന്നത് പലപ്പോഴും സംഘർഷത്തിനും കലാപത്തിനും കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ യോഗി ആദിത്യനാഥ് എല്ലാ മത നേതാക്കളെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്യുകയുണ്ടായി. എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് അവരോട് ആരായുകയുണ്ടായി. അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒന്നാണ് ഹോളി ദിനത്തിൽ ഈ മസ്ജിദുകൾ മൂടിയിടുക, അതിൻ്റെ മുൻഭാഗങ്ങൾ കളർ വെള്ളം തെറിക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നത് മാത്രമായിരുന്നു പോംവഴി. മറ്റൊരു പോംവഴിയും നിർദ്ദേശിക്കാനായിട്ട് അവിടെ എത്തിയ മുസ്ലിം മതപണ്ഡിതർക്കോ ഇല്ലെങ്കിൽ നേതാക്കന്മാർക്കോ കഴിഞ്ഞിരുന്നില്ല, മറ്റു മതവിഭാഗങ്ങൾക്കും കഴിഞ്ഞിരുന്നില്ല. ആകെയുള്ളൊരു പോംവഴി ഇത് മാത്രമാണ് എന്നുള്ളതായിരുന്നു. കാരണം ഈ പോലീസിനും മറ്റു സംവിധാനങ്ങൾക്കും ഇത് നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം യുപി പോലെ വലിയ ഒരു സംസ്ഥാനത്തെ എല്ലായിടത്തും ആഘോഷിക്കുന്ന, ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ആഘോഷമാണ്. ഇവിടെയൊക്കെ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു കോട്ട കെട്ടുക അസാധ്യമായ കാര്യമാണ്. ഹോളി ആഘോഷം വലിയ രീതിയിൽ തന്നെ ഈ കളറുകളും മറ്റും വാരി വിതറിക്കൊണ്ടുള്ളൊരു ആഘോഷമാണ്. ഇത് മുൻകാലങ്ങളിൽ ഇതൊരു വലിയ വിഷയമോ പ്രശ്നങ്ങളോ ആയിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്താണ് അത് വലിയ വിഷയമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ കളർ വെള്ളം തെറിക്കാതിരിക്കാൻ വീടുകളും മറ്റുമൊക്കെ ഇത്തരത്തിൽ മൂടിയിടുന്ന പതിവ് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടി വ്യാപകമായിരിക്കുന്നു. മുസ്ലിം മതവിഭാഗങ്ങൾ താമസിക്കുന്ന ഇടങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ വീടുകൾ, അവരുടെ ആരാധനാലയങ്ങൾ ഒക്കെ ഇത്തരത്തിൽ മൂടി ഇടാറുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു വിഭാഗത്തിൽ പെടുന്നവരും അത് ഈ കളർ വെള്ളമൊന്നും തങ്ങളുടെ വീടുകളിൽ തെറിക്കാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ നേരത്തെ തന്നെ ചെയ്തിരുന്നതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.